നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസ് കമ്പനി ബോർഡ് LGS ഡെക്കോ LET VFA പോലുള്ള എക്സാംസിനുള്ള 50 ഷുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശമുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ളതും മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോയിലോട്ട് കിടക്കാം. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. സോങ്സ് ഓഫ് ദി സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്യപ്പെട്ട ശ്രീ നാരായണ ഗുരുവിൻ്റെ രചന ഏതാണ്? സോങ്സ് ഓഫ് ദി സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ശ്രീ നാരായണ ഗുരുവിൻ്റെ രചന ഏതാണ്? ആത്മോപദേശ ശതകം. 90-ാം ആണ്ട് ലഹള എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത് ഉരുട്ടമ്പലം ലഹളയാണ്. ഇന്ത്യൻ നാഷണൽ ആർമി ഭൂപ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുത്ത ഇന്ത്യൻ ദേശീയ പതാക നാട്ടിയത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ ആർമി ഭൂപ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുത്ത് ഇന്ത്യൻ ദേശീയ പതാക നാട്ടിയത് എവിടെയാണ്? ഇംഫാലിൽ വെച്ചിട്ടാണ്. കേരളത്തിൽ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കുന്ദമംഗലത്താണ് കേരളത്തിലെ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ബി കല്യാണിയമ്മ രചിച്ച വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ്? ബി കല്യാണിയമ്മ രചിച്ച വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ഭാഗം 4A. ഭാഗം 4Aയിലാണ് മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്നത്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഏത് നിയമനിർമ്മാണത്തിലേക്കാണ് നയിച്ചത്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങൾ ഏത് നിയമനിർമ്മാണത്തിലേക്കാണ് നയിച്ചത്? വിവരാവകാശ നിയമം. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം വിഭജിച്ച പ്രവിശ്യകൾ ഏതെല്ലാം? മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം വിഭജിച്ച പ്രവിശ്യകൾ ഏതെല്ലാമാണ്? ബംഗാളും പഞ്ചാബുമാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം വിഭജിച്ച പ്രവിശ്യകൾ. സിക്കിം ടിബറ്റ് എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സിക്കിം ടിബറ്റ് എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുലയാണ് സിക്കിം ടിബറ്റ് എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം. തുമ്പോളി കടപ്പുറം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ ജില്ലയിലാണ് തുമ്പോളി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ് ചരിത്രപ്രസിദ്ധമായ പുനലൂർ തൂക്കുപാലം ഉള്ളത്? കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ് ചരിത്രപ്രസിദ്ധമായ പുനലൂർ തൂക്കുപാലമുള്ളത്? കല്ലടയാറിന് കുറുകെയാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായി ശകവർഷ കലണ്ടറിനെ അംഗീകരിച്ച വർഷം? ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായി ശകവർഷ കലണ്ടറിനെ അംഗീകരിച്ച വർഷം എന്നാണ്? 1957 മാർച്ച് 22. 1957 മാർച്ച് 22 ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായി ശകവർഷ കലണ്ടറിനെ അംഗീകരിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് പാലിയം സത്യാഗ്രഹം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ്. പിടിയേരി സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാവറ ഏലിയാസ് കുര്യാക്കോസ് ആണ് പിടിയേരി സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ്. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? ഫോസ്ഫറസ് 31. ഫോസ്ഫറസ് 31നെയാണ് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ട്രേസറുകളായിട്ട് ഐസോട്ടോപ്പിൽ ഉപയോഗിക്കുന്നത്. ഏത് രോഗത്തിൻ്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ്? ഏത് രോഗത്തിൻ്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റാണ്? ഡിഫ്തീരിയ. ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലെപ്റ്റോസ്പൈറോസിസ് എന്നും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു രോഗം? എലിപ്പനി അറിയപ്പെടുന്നതാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്നത്. മനുഷ്യരിൽ മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ഏതാണ്? അയോഡിനാണ് മനുഷ്യരിൽ മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു. ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം 8°4' വടക്ക് മുതൽ 37°6' വടക്ക് വരെയാണ്. ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം 8°4' വടക്ക് മുതൽ
37°6' വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം. വിദ്യാർത്ഥികൾക്കിടയിൽ ഏതു മേഖലയിലെ അവബോധം വളർത്താനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കിഡ് ഗ്ലൗ പ്രോജക്റ്റ്. കിഡ് ഗ്ലൗ പ്രോജക്റ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ ഏതു മേഖലയിലെ അവബോധം വളർത്താനായിട്ടാണ് കേരള പോലീസ് ആരംഭിച്ചത്? സൈബർ സുരക്ഷ. ഇന്ത്യയിലെ 100ാമത്തെ റാംസർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ജയപ്രകാശ് നാരായണൻ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ 100ാമത്തെ റാംസർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരാണ്? ജയപ്രകാശ് നാരായണൻ പക്ഷി സങ്കേതമാണ്. അതേ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7-നാണ്. പോളിംഗ് സ്കെയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോളിംഗ് സ്കെയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പോളിംഗ് സ്കെയിൽ. ഇത് കണ്ടുപിടിച്ചത് ലിനസ് പോളിംഗ് ആണ്. സ്വദേശി സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ എത്ര താമരകൾ ആലേഖനം ചെയ്തിരുന്നു? സ്വദേശി സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ എത്ര താമരകളാണ് ആലേഖനം ചെയ്തിരുന്നത്? 8 താമരകളാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ആണവോർജ്ജ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? താരാപൂർ. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനം. ഭാഷാഷ്ടപതി ആരുടെ രചനയാണ്? ഭാഷാഷ്ടപതി ആരുടെ രചനയാണ്? രാമപുരത്ത് വാര്യർ. രാമപുരത്ത് വാര്യരുടെ രചനയാണ് ഭാഷാഷ്ടപതി. ഓഡന്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഓഡന്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പല്ലിനെ പറ്റിയുള്ള പഠനമാണ് ഓഡന്റോളജി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ വർഷം? ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ വർഷം എന്നാണ്? 1986. 1986-ലാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത്. 1954-ൽ ഇന്ത്യയും ചൈനയുമായി ഒപ്പിട്ട കരാർ ഏതാണ്? 1954-ൽ ഇന്ത്യയും ചൈനയുമായി ഒപ്പിട്ട കരാർ ഏതാണ്? പഞ്ചശീല തത്വങ്ങൾ. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ 3 ലഭിച്ച ആദ്യത്തെ കായിക താരം ആരാണ്? പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ 3 ലഭിച്ച ആദ്യത്തെ കായിക താരം ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. വിശ്വനാഥൻ ആനന്ദിനാണ് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ 3 ലഭിച്ച ആദ്യത്തെ കായിക താരം. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ. വൈറ്റമിൻ ഇനെയാണ് ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്നത്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. അക്കോസ്റ്റിക്സ് എന്നാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത്. ഫോട്ടോകെമിക്കൽ സ്മോഗിലെ പ്രധാന ഘടകം ഏതാണ്? ഫോട്ടോകെമിക്കൽ സ്മോഗിലെ പ്രധാന ഘടകം ഏതാണ്? ഓസോൺ. ഓസോണാണ് ഫോട്ടോകെമിക്കൽ സ്മോഗിലെ പ്രധാന ഘടകം. ലോകത്തെ വടക്കേ അറ്റത്തുള്ള പവിഴപ്പുറ്റുകളായി അറിയപ്പെടുന്ന ഇന്ത്യയിലെ പവിഴപ്പുറ്റ് മേഖല ഏത്? ലോകത്തെ വടക്കേ അറ്റത്തുള്ള പവിഴപ്പുറ്റുകളായി അറിയപ്പെടുന്ന ഇന്ത്യയിലെ പവിഴപ്പുറ്റ് മേഖല ഏതാണ്? കച്ച് ഗൾഫ്. ഇതും ഒരു എക്സ്പെക്റ്റ് ആവുന്ന ക്വസ്റ്റ്യൻ ആണ്. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന പ്രദേശം? മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മിസോറാം. മിസോറാമിനെയാണ് മൊളാസിസ് തടം എന്ന് അറിയപ്പെടുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് എന്താണ്? രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് എന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര്. കേരള സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥയെ പറ്റിയുള്ള ധവളപത്രം തയ്യാറാക്കാൻ രൂപം നൽകിയ ഉന്നത അധികാര സമിതിയുടെ തലവൻ ആരായിരുന്നു? കേരള സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥയെ പറ്റിയുള്ള ധവളപത്രം തയ്യാറാക്കാൻ രൂപം നൽകിയ ഉന്നത അധികാര സമിതിയുടെ തലവൻ ആരായിരുന്നു? ഡോക്ടർ കെ.എം. ചന്ദ്രശേഖരൻ. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. നിശ്ചലമായ വണ്ടി പെട്ടെന്ന് ചലിക്കുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് വീഴുന്നതിന് കാരണം? നിശ്ചലമായ വണ്ടി പെട്ടെന്ന് ചലിക്കുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് വീഴുന്നതിന് കാരണം നിശ്ചല ജഡത്വമാണ്. ഭൂമിയുടെ യഥാർത്ഥ ആകൃതി എന്താണ്? ഭൂമിയുടെ യഥാർത്ഥ ആകൃതിയാണ് ജിയോയിഡ്. ജിയോയിഡാണ് ഭൂമിയുടെ യഥാർത്ഥ ആകൃതി. ഒരു കലോറി എത്ര ജൂൾ ആണ്? ഒരു കലോറി എത്ര ജൂളാണ്? 4.2 ജൂളാണ്. 4.2 ജൂളാണ് ഒരു കലോറി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.